അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1/2 കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നെയ്യാണ്, നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി കൈ വെച്ചിട്ട് മൈദയും നെയ്യും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക. മൈദയുടെ എല്ലാ ഭാഗത്തും നെയ്യായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് പാലുകൾ ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഡോ നമുക്ക് 2 പാർട്ടാക്കിയിട്ട് മാറ്റാം. കാണാൻ അത്ര ഷേപ്പൊന്നും ഉണ്ടാവില്ല, മാവ് ഇങ്ങനെ നല്ല വൃത്തിക്കൊന്നും കിട്ടില്ല. അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമുക്കിതൊന്ന് പരത്തിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം നമുക്കത് പരത്തിയെടുക്കാൻ. എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതുപോലെ കത്തി വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരേ വലിപ്പത്തിൽ നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. മാവ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്, നെയ്യ് ആയതുകൊണ്ട് നമ്മൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നായിട്ട് ഒന്നിട്ട് കൊടുക്കാം. ഇട്ട പാടെ ചട്ടകം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്. ഇത് ഏകദേശം ആയി കഴിഞ്ഞാൽ ഒരു വെള്ള കളറായിട്ട് കാണും. ആ സമയത്ത് മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു പോവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നമുക്കിതൊന്ന് ചെയ്യാൻ. ഞാൻ ഈ വറുത്ത് കോരിയ സ്നാക്സ് 2 പാത്രത്തിലാക്കിയിട്ട് ഒന്ന് നിരത്തിയിടുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതാണ്, 1 ഏലക്കായും ചേർത്തിട്ട്. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ മധുരം ഇങ്ങനെയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല പെട്ടെന്ന് വായിലിട്ടാൽ പൊടിഞ്ഞു പോകുന്ന ഒരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമാണ് കുറച്ച് സമയം നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും പഞ്ചസാര പിടിക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. അത് അത്രയേ ഉള്ളൂ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.